എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകും മുൻപ് നോക്കിയിട്ട് പോകണം. നമുക്ക് ഓടിച്ചിട്ട് നോക്കാൻ പറ്റുന്ന +2 ലെവലിൻ്റെ ഏതൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ള ക്ലാസ് ആണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് ഒന്നും പോകത്തില്ല, വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞ് നിർത്തുന്നതായിരിക്കും. എക്സ്പ്ലനേഷനും ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, എന്താണ് ക്ലാസിക്കൽ സമ്പ്രദായം? ക്ലാസിക്കൽ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായ എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകുമെന്നും എല്ലാ ഉൽപാദനശാലകളും അവയുടെ പൂർണ്ണക്ഷമതയിൽ പ്രവർത്തിക്കും എന്നതുമാണ് എന്ത് ക്ലാസിക്കൽ സമ്പ്രദായം പറയുന്നത്. എന്താണ് ക്ലാസിക്കൽ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള എല്ലാവർക്കും. ഇപ്പം എനിക്ക് തൊഴിൽ ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് തൊഴിൽ കിട്ടും അല്ലേ? അതുപോലെ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളും പൂർണ്ണക്ഷമതയിൽ പ്രവർത്തിക്കും എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ സമ്പ്രദായം. ആരുടെയാണ് ഈ ക്ലാസിക്കൽ സമ്പ്രദായം എന്ന് ചോദിക്കുവാണെങ്കിൽ കെയ്ൻസ് എന്ന് ഓർക്കുക. ആരാണ്? കെയ്ൻസ് എന്നാണ് കേട്ടോ. കെയ്ൻസിൻ്റെതാണ് ക്ലാസിക്കൽ സമ്പ്രദായം എന്ന് ഓർത്ത് വെച്ചേക്കാം, മറന്നു പോകരുത്. ഇനി എന്താണ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാമാന്ദ്യം ചോദിക്കാം. അപ്പം 1929 എന്ത് വന്നത്? മഹാമാന്ദ്യം വന്നത്. ഈ മഹാമാന്ദ്യത്തെ തുടർന്നുള്ള വർഷങ്ങളിൽ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഉൽപാദനത്തിലും തൊഴിലിലും ഗണ്യമായി കുറഞ്ഞു. അപ്പം 1929 യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും എല്ലാം എന്തുണ്ടായി? ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാമാന്ദ്യം ഉണ്ടായിരുന്നേ. അപ്പം ഈ ഒരു മഹാമാന്ദ്യം ഉണ്ടായ സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാന്ദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉൽപാദനവും തൊഴിലും എല്ലാം കുറയുക അല്ലേ? അപ്പോൾ അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നാൽ അത് മറ്റു രാജ്യങ്ങളെയും രൂക്ഷമായി ബാധിക്കും അല്ലയോ? അങ്ങനെ ബാധിച്ചു. ചരക്കുകളുടെ കമ്പോള ചോദനം കുറയുകയും തൊഴിൽശാലകൾ നിർജീവമാവുകയും ചെയ്തു. അങ്ങനെ ആളുകൾക്ക് വ്യാപകമായിട്ട് തൊഴിൽ നഷ്ടപ്പെടുന്നു. ഈ USA തൊഴിലില്ലായ്മ നിരക്ക് 3% നിന്നും 25% ആയിട്ട് കുത്തനെ കൂടാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ സമ്പദ്ഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റി വേറിട്ട് ചിന്തിക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പ്രേരിപ്പിക്കുകയും ഇവിടെ നിന്നും ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടെയാണ്? കെയ്ൻസിൻ്റെതാണ്. ആരുടെയാണ്? കെയ്ൻസിൻ്റെതാണ്. മഹാമാന്ദ്യത്തിന്റെ അനന്തരഫലങ്ങൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സിലേക്ക് നയിക്കുന്നതിന് കാരണമായി. അപ്പൊ ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് എന്തിന് കാരണമാവുന്നത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടാവാൻ കാരണം. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? കെയ്ൻസ് ആണ്. ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ സമ്പ്രദായം ആരുടെയാണ്? കെയ്ൻസിൻ്റെതാണ്. ഓർത്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ പോവുകയാണ്. ഒലിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒലിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള കമ്പോളം. എന്താണ്? കുറച്ച് വിൽപ്പനക്കാരെ കാണൂ. ഒന്ന് കട്ടി കുറയ്ക്കാം ഇതിൻ്റെ. കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള കമ്പോളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒലിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓർക്കുക, കുറച്ച് വിൽപ്പന. ഒലിഗോപോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര്, ഒരു വലിയ സ്ഥലം, വലിയ കമ്പോളം, ഇവിടെ 10 പേരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അതിനാൽ ഒലിഗോപോളി എന്നാൽ കുറച്ച് വിൽപ്പനക്കാർക്കിടയിലെ മത്സരം. അപ്പോൾ വിൽപ്പന നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മത്സരം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ആരേ ഉള്ളൂ? ചെറിയ ആൾക്കാരേ ഉള്ളൂ. 10 പേര് തമ്മിലുള്ള മത്സരം. ഓർത്ത് വെച്ചേക്കുക. സവിശേഷത എന്താണ്? കുറച്ച് വിൽപ്പനക്കാർ, ഉൽപ്പന്നങ്ങൾ ഏകജാതീയമോ അല്പ വ്യത്യാസമോ. അവിടെ വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയുള്ള സാധനങ്ങളായിരിക്കും. അതുകൊണ്ടാണല്ലോ മത്സരം വരുന്നത്. വിൽപ്പന ചെലവ്, പ്രവേശന നിഷ്ക്രമണ സ്വാതന്ത്ര്യം, സ്ഥാപനങ്ങളുടെ പരസ്പര ആശ്രയത്വം, വില നേതൃത്വം. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം, ഈ ടേം മാത്രമേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. ചോദിക്കുവാണെങ്കിൽ ഒലിഗോപോളി കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള ചെറിയൊരു കമ്പോളം, അതാണ് ഒലിഗോപോളി. ഇനി ഡ്യുവോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഉൽപാദന യൂണിറ്റുകൾ മാത്രമുള്ള ഒലിഗോപോളി കമ്പോളത്തിനെ നമ്മൾ ഡ്യുവോപോളി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡ്യുവോപോളി 2 ഉൽപാദക യൂണിറ്റുകൾ മാത്രമുള്ള ഒരു ഒലിഗോപോളി. ഒലിഗോപോളി എന്താണ്? കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള കമ്പോളം. ആ കമ്പോളത്തിൽ 2 ഉൽപാദക യൂണിറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഡ്യുവോപോളി എന്നായിരിക്കും അതിനെ വിളിക്കുന്നത്. അപ്പം ഈ പോയിന്റ്സ് മാത്രം ഇവിടെ നിന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കൽ ബാങ്കിങ്ങിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ എന്താണ് അന്തിമ സാധനം അഥവാ ഫൈനൽ പ്രോഡക്റ്റ്? എന്താണ് അന്തിമ സാധനം? അന്തിമ ഉപഭോഗത്തിനോ നിക്ഷേപത്തിനോ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. ഇത് ഉപഭോഗ സാധനങ്ങളോ അല്ലെങ്കിൽ മൂലധന സാധനങ്ങളോ ആവാം. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. അന്തിമ ഉപഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫൈനലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഫൈനലായിട്ട് ഉപയോഗിക്കുന്ന നിക്ഷേപത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമുക്ക് ഫൈനൽ പ്രോഡക്ട്സ് എന്ന് വിളിക്കാം. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അടുത്തത് എന്താണ് മധ്യമ സാധനങ്ങൾ? ഇടയ്ക്ക് നിൽക്കുന്ന സാധനങ്ങൾ ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് വിളിക്കും. എന്താ അത്? ഉൽപാദന പ്രക്രിയയിലൂടെ രൂപാന്തരം സംഭവിക്കുന്ന ഈടില്ലാത്ത സാധനങ്ങൾ. എന്താണ്? അസംസ്കൃത വസ്തുക്കൾ എന്ന് ഓർക്കുക, റോ മെറ്റീരിയൽസ് എന്ന് ഓർക്കുക. അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോതമ്പ് പൊടി, മുട്ട ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ എന്താണ്? മധ്യമ സാധനമാണ്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്ററി പ്രോഡക്ട്സ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ആണ്. ഇനി എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്? ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഒരു സാധനത്തിൻ്റെ മൂല്യം ഒരു വട്ടം, ഇപ്പോൾ ആദ്യം അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് കൂട്ടുന്നു, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അടുത്ത ആൾ പുതിയൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പം ഇതിൻ്റെ വാല്യൂ അവിടെ ഒന്നുകൂടെ കൂട്ടും. അതിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് ചോദിക്കാം. എന്താണ് തേയ്മാനം അഥവാ ഡിപ്രിസിയേഷൻ? ഉൽപാദന പ്രക്രിയയിൽ സ്ഥിര മൂലധനത്തിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന തേയ്മാനത്തിന്റെ മൂല്യനഷ്ടമാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എന്താ ഡിപ്രിസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉപയോഗിക്കുന്നു, ആ ഉപയോഗം മൂലം ആ വസ്തുവിന് ഒരു തേയ്മാനം ഉണ്ടാവും. അങ്ങനെ ആ തേയ്മാനത്തിലൂടെ അതിൻ്റെ ഒരു മൂല്യത്തിന് ഒരു നഷ്ടം ഉണ്ടാവുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, ഒരു വർഷം കമ്പ്യൂട്ടർ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ കമ്പ്യൂട്ടറിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിനൊരു തേയ്മാനം ഉണ്ടായി അല്ലേ. ഒരു വർഷം ഞാൻ ഉപയോഗിച്ചില്ലേ, അപ്പോൾ അതിനൊരു തേയ്മാനം ഉണ്ടായി. അപ്പോൾ 30,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച കമ്പ്യൂട്ടറിന് ഇപ്പം എത്രയേ കിട്ടത്തുള്ളൂ? ഒരു വർഷം കഴിഞ്ഞപ്പം വെറും 22,000 രൂപ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾക്കകത്ത് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം, ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് പറയുകയാണ്. അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അറ്റ പരോക്ഷ നികുതി ഈസ് ഈക്വൽ ടു പരോക്ഷ നികുതി. എന്താ പരോക്ഷ നികുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി കുറയ്ക്കുന്നതാണ് അറ്റ പരോക്ഷ നികുതി അഥവാ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അറ്റ പരോക്ഷ നികുതി ഈസ് ഈക്വൽ ടു പരോക്ഷ നികുതി മൈനസ് സബ്സിഡി. ഇനി നമുക്ക് ഇതിനെ തന്നെ നമുക്ക് എല്ലാത്തിനെയും രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഒന്ന് കമ്പോളത്തിലെ വില അഥവാ മാർക്കറ്റ് പ്രൈസ്, രണ്ട് ഘടക ചെലവ് അഥവാ ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ എന്താണ്? കമ്പോള വിലയുമുണ്ട്, ഫാക്ടർ കോസ്റ്റ് ഉണ്ട്. എന്താ ഘടക ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘടകങ്ങൾ വേണമല്ലോ, അതാണ് ഫാക്ടർ കോസ്റ്റ്. ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. GDP അറ്റ് ഫാക്ടർ പ്രൈസ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലേ, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എന്താണ് കമ്പോള വില? കമ്പോളത്തിലെ വില കമ്പോള വില. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൽപ്പന വരുന്നതല്ല, ഘടക ചെലവുകളുണ്ട്. ഓരോ ഘടകത്തിൻ്റെയും ചെലവുകളെ നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പോഴേ പഠിച്ചു. എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്? നാളെ വന്നാൽ എഴുതിക്കോണം. അറ്റ പരോക്ഷ നികുതി ഈസ് ഈക്വൽ ടു പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. എന്താണ് ഉൽപ്പന്ന മൂല്യം? ഉൽപ്പന്ന മൂല്യം ഉൽപ്പന്നത്തെ കമ്പോള വിലയിൽ കണക്കാക്കുന്നു. എന്താണ്? ഒരു ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റിനെ കമ്പോള വിലയിൽ കണക്കാക്കുന്നതാണ് ഉൽപ്പന്ന മൂല്യം. I എന്ന ഉൽപാദക യൂണിറ്റ് പരിഗണിച്ചാൽ ഉൽപ്പന്ന മൂല്യം ഇസ് ഈക്വൽ ടു ഉൽപ്പന്നം ഇൻറ്റു കമ്പോള വിലയായിരിക്കും. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഉൽപ്പന്നത്തിലെ കമ്പോള വില എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട്, അതൊരു ഉൽപ്പന്നമാണ്. ആ ഷർട്ടിലെ കമ്പോളത്തിൽ വിൽക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ വിൽക്കുന്ന വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്പന്ന മൂല്യമെന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഉൽപ്പന്ന മൂല്യം തെറ്റിപ്പോവരുത്, ഉൽപ്പന്നം ഇൻറ്റു കമ്പോള വില. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ, ഉൽപ്പന്ന മൂല്യം ഇസ് ഈക്വൽ ടു വിൽപ്പന മൂല്യം പ്ലസ് ഇൻവെൻ്ററികളിലുള്ള മാറ്റം
അപ്പം രണ്ട് രീതിയിൽ പറയാം അല്ലേ. ഉൽപ്പന്ന മൂല്യത്തെ രണ്ടാമത്തെ ഇക്വേഷനാണ് വിൽപ്പന മൂല്യം പ്ലസ് ഇൻവെന്ററികളിലെ മാറ്റം. ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തതാണ്, ഇപ്പം ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു ഓർത്തിരുന്ന് നാളെ ചോദിച്ചാൽ എഴുതണം, അതിനുവേണ്ടി പറയുന്നതാണ്. ഉൽപ്പന്ന മൂല്യം = വിൽപ്പന മൂല്യം പ്ലസ് ഇൻവെന്ററികളിലെ മാറ്റം. ഇനി മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ഉൽപ്പന്ന മൂല്യം = മധ്യമ ഉപഭോഗം പ്ലസ് തേയ്മാനം അഥവാ ഡിപ്രിസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് ഘടക ചെലവ് അല്ലെങ്കിൽ ഘടക വരുമാനം. ഇതിനെ മൊത്തം എന്തെന്ന് വിളിക്കും? ഇതിനെ മൊത്ത ഉൽപ്പന്ന മൂല്യം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് വേർഷൻ പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നതിനുള്ളത് മാത്രം പഠിച്ചു വയ്ക്കുക. അടുത്തത് കൂട്ടിച്ചേർത്ത മൂല്യം അല്ലെങ്കിൽ എന്താണ് വാല്യൂ ആഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കാം. ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും മധ്യമ ഉപഭോഗം കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ആഡഡ് = ഉൽപ്പന്ന മൂല്യം മൈനസ് മധ്യമ ഉപഭോഗം. ഒരു സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സംഭാവന എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ആഡഡ്, കൂട്ടിച്ചേർത്ത മൂല്യമാണ്. ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ദേശീയ വരുമാനം കണക്കാക്കാം. പ്രധാനമായിട്ടും ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി ആണല്ലോ. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്നറിയപ്പെടുന്നു. ഒരു ചോദ്യമാണത്. വാല്യൂ ആഡഡ് മെത്തേഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതിയാണ്. ഈ രീതിയിൽ ഒരു വർഷം സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെ നമ്മൾ GDP എന്ന് വിളിക്കും. ആണല്ലോ. GDP കണക്കാക്കുന്ന വിധം നമുക്കറിയാം അല്ലേ. ഒരു വർഷം ഒരു ടെറിട്ടറിക്കുള്ളിൽ എത്ര സാധനങ്ങളുടെയും സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ പണമൂല്യമാണ്. ആണല്ലോ. അപ്പോൾ GDP = ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തം കൂട്ടിച്ചേർത്ത വാല്യൂ, GVA ആണല്ലോ. അതായത് കുറേ കമ്പനികളുണ്ട്, ഒന്ന് പറയുകയാണ്, കുറേ കമ്പനികളുണ്ട്. ഓരോ കമ്പനിയിലും കുറേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സാധനങ്ങൾ ഓരോന്നിനും ഫൈനൽ പ്രോഡക്റ്റിനും പണമൂല്യമുണ്ട്. അങ്ങനെ GVA1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കമ്പനിയുടെ മൊത്തത്തിലുള്ള മൂല്യം, രണ്ടാമത്തെ കമ്പനിയുടെ മൂല്യം, അങ്ങനെ എത്ര കമ്പനികളുണ്ടോ അതിൻ്റെ എല്ലാം കൂടെ മൂല്യം കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് GDP കിട്ടും ഒരു വർഷത്തെ. അത് ഉൽപ്പന്ന രീതിയാണ്. ഇനി എന്താണ് വരുമാന രീതി? ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപാദക ഘടകങ്ങൾ ആർജിക്കുന്ന ഘടക വരുമാനങ്ങളുടെ ആകെത്തുകയാണ് GDP ആണല്ലോ. അതായത് നമുക്കറിയാം, പാട്ടം, റെന്റ്, വേജ് വേതനം, പലിശ ഇൻട്രസ്റ്റ്, ലാഭം പ്രോഫിറ്റ് എന്നിവയുടെ ആകെത്തുക. അതായത് ഭൂമിയുണ്ട്, അതുപോലെ തൊഴിൽ ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇൻട്രസ്റ്റ് പലിശ എന്തിനാണ് കൊടുക്കുന്നത്? അതായത് ഓർഗനൈസേഷന് ലാഭം കിട്ടുന്നു, അതുപോലെ മൂലധനത്തിന് പലിശ കിട്ടുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ നമ്മൾ കൂട്ടുന്നു. ഈ കിട്ടുന്ന വരുമാനത്തിനെ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയാൽ അതെന്തായിരിക്കും? GDP = വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെന്റ്. അതാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അന്തിമ സാധനങ്ങളിലൂടെ ചെലവിലൂടെ GDP കണക്കാക്കുന്നു. അതായത് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. അന്തിമ ചെലവ് എന്ന് പറയുന്നത് അന്തിമ ഉപഭോഗ ചെലവ് പ്ലസ് അന്തിമ നിക്ഷേപ ചെലവായിരിക്കും. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. എന്തൊക്കെ സംഭവങ്ങൾ കൂട്ടിയാലാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ കാണാൻ സാധിക്കുന്നത്? C+ സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്. ഞാനൊരു സാധനം ഉപയോഗിക്കാൻ ഞാൻ എത്ര രൂപ ചെലവാക്കി, അത് പ്ലസ് അന്തിമ നിക്ഷേപ ചെലവ് പ്ലസ് ഗവൺമെൻറ്റിന് ചെലവുണ്ടല്ലോ അതിൻ്റെ ചെലവ് പ്ലസ് X-M എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കയറ്റുമതിക്ക് ഒരു ചിലവുണ്ട് അല്ലേ. നമ്മൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ ഒരു ചിലവുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ ടോട്ടൽ ചിലവ് നമുക്ക് കണക്കാക്കാം ഒരു വർഷത്തെ. അപ്പോൾ GDP = C+I+G+X-M. C എന്താ? സ്വകാര്യ വ്യക്തികളുടെ അന്തിമ ഉപഭോഗ ചെലവ്. I എന്താ? അന്തിമ നിക്ഷേപ ചെലവ്. G എന്താ? ഗവൺമെൻറ്റിൻ്റെ അന്തിമ ചെലവ്. അറ്റ കയറ്റുമതിയാണ് X-M എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഒരു വർഷത്തെ ചെലവ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കകത്ത് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇക്വേഷൻസ്. അപ്പം ഉറപ്പായിട്ടും ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർ ഇത് നോക്കിയിട്ട് പോവുക. GDP, GNB തമ്മിലുള്ള വ്യത്യാസം, ബാക്കി ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക.
മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തെ നമ്മൾ GDP എന്ന് വിളിക്കും. മൊത്ത ദേശീയ ഉൽപ്പന്നത്തെ നമ്മൾ GNB എന്ന് വിളിക്കും. GDP എന്താ? ഒരു ആഭ്യന്തര പ്രദേശത്ത്, അതായത് ഇന്ത്യക്കകത്ത് നിർമ്മിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. GDP ഫാക്ടർ കോസ്റ്റിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവ് എങ്ങനെ കണ്ടുപിടിക്കും? മാർക്കറ്റ് പ്രൈസിലുള്ള GDPയിൽ നിന്നും അറ്റ പരോക്ഷ നികുതി അഥവാ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? GDP ഫാക്ടർ കോസ്റ്റിൽ കിട്ടും. ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതി. അറ്റ പരോക്ഷ നികുതി. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP ഇസ് ഈക്വൽ ടു GDPയിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, തേയ്മാനം കുറച്ചാൽ നമുക്ക് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP ഇസ് ഈക്വൽ ടു GDP മൈനസ് തേയ്മാനം. ഇനി NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതി. അതായത് മാർക്കറ്റ് പ്രൈസിലുള്ള NDPയിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് ഫാക്ടർ കോസ്റ്റിലുള്ള അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടും. ഈ ഇത്രയും ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഇനി എന്താണ് GNB? ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങൾ. ഇവിടെ ടെറിട്ടറിക്ക് അകത്തെന്ന് പറയുന്നില്ല, എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. അതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അവിടുത്തെ ഇക്വേഷൻ നോക്കുക. GNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ത് ചെയ്യുക? GNB മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുക. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താ? GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റ പരോക്ഷ നികുതി. GNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എങ്ങനെ കണ്ടിടും? GNB മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുക. ഇനി ഇക്കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അറ്റ ദേശീയ ഉൽപ്പന്നം പഠിക്കണം. അപ്പുറത്തെ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം പഠിച്ചപ്പോൾ ഇപ്പുറത്തെ അറ്റ ദേശീയ ഉൽപ്പന്നം പഠിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ GDPയിൽ നിന്നും തേയ്മാനം കുറച്ചു, ഇവിടെ GNBയിൽ നിന്നും തേയ്മാനം കുറച്ചാൽ നാഷണൽ നമുക്ക് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും. അടുത്ത NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇസിക്കൽ ടു NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതി. ഇവിടെ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇസിക്കൽ ടു NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതി എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ വളരെ ചുരുക്കം ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ഷുവർ ഷോട്ടാണ് കേട്ടോ. അടുത്തത് എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പേഴ്സണൽ ഇൻകം? ഈ പ്രാവശ്യം വന്നൊരു ചോദ്യമായിരുന്നു ഇത്. പേഴ്സണൽ ഇൻകം അഥവാ എന്താണ്? വ്യക്തിഗത വരുമാനം. ഒരു രാജ്യത്തെ വ്യക്തികൾക്ക് ലഭിച്ച യഥാർത്ഥ വരുമാനമാണ് പേഴ്സണൽ ഇൻകം, അല്ലേ? അതായത് വ്യക്തിഗത വരുമാനം കണ്ടുപിടിക്കാൻ ദേശീയ വരുമാനത്തിൽ നിന്നും എന്ത് കുറയ്ക്കണം? വീതിക്കപ്പെടാത്ത ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് പ്ലസ് മാറ്റ അടവ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് രാജ്യത്ത് പലതരം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ആ കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നു, അത് മാത്രമേ നമുക്കുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് പേഴ്സണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്? മൊത്ത ദേശീയ വരുമാനത്തിൽ നിന്നും വീതിക്കപ്പെടാത്ത ലാഭം. ഇവിടെ ആർക്കൊക്കെയോ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതൊന്നും നമുക്കില്ല. വീതിക്കപ്പെടാത്ത ലാഭം. കോർപ്പറേറ്റ് നികുതി, നമ്മൾ വല്ല കമ്പനി നടത്തുന്നുണ്ടോ? ഇല്ല, കോർപ്പറേറ്റ് നികുതി കുറച്ചു. കുടുംബങ്ങളുടെ അറ്റ പലിശ അടവുകളുണ്ട് പ്ലസ് മാറ്റ അടവുകൾ. നമുക്ക് പലിശ അടവുകളൊക്കെ ഇല്ലേ, അതും മാറ്റ അടവുകളും, അതെല്ലാം നമുക്ക് ഉള്ളതാണ്. ചിലർക്കുണ്ട്, ചിലർക്കില്ല. ഇതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഇത് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അഥവാ വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം? എന്താ അത്? യഥാർത്ഥ ഉപഭോഗത്തിന്. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് പല ഇടപാടുകളും നടക്കുന്നുണ്ട്, അതൊന്നും നമുക്കില്ല. അപ്പം എനിക്ക് 10,000 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്നും എനിക്ക് പ്രത്യേക ചിലവുകളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഫൈൻ കാണും, ചിലപ്പോൾ കുറച്ച് ലോണ് കാണും. ഫൈനും ഫീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് കാണും? കുറച്ച് പൈസ ബാക്കി കിട്ടത്തില്ലേ? അതെനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിലവഴിച്ചൂടെ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ ഇക്വേഷൻ ഓർക്കുക. പേഴ്സണൽ ഇൻകത്തിൽ നിന്നും പ്രത്യക്ഷ നികുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം, ഫൈൻ കുറയ്ക്കണം, ഫീസ് കുറയ്ക്കണം, വാടക കുറയ്ക്കണം, ലോണ് കുറയ്ക്കണം. ഇതെല്ലാം കുറച്ചതിന് ശേഷം അധികം കിട്ടുന്ന പൈസ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാം. അതിനെയാണ് നമ്മൾ വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം അഥവാ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇതിപ്പം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളത് GDP ഡിഫ്ലേക്ടർ
എന്താണെന്ന് ചോദിക്കാം. GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് ചോദിക്കാം. നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതമാണ് GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കുക. GDP അറ്റ് എന്താണ്? GDPയും അതായത് നാമമാത്ര GDPയും യഥാർത്ഥ റിയൽ GDPയും നാമമാത്ര GDPയും. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP എല്ലാം യഥാർത്ഥമാവണമെന്നില്ല. റിയൽ GDPയും ഉണ്ട്, നാമമാത്ര GDPയും ഉണ്ട്. ഒരു നമ്മളെന്താണ് ഒരു ആക്യുറേറ്റ് വാല്യൂ ഒന്നും അല്ലാതെ ചുമ്മാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന GDPയും അതിൻ്റെ റിയൽ GDPയുടെ പെർസെൻറ്റേജ് എടുക്കുക. അതിൻ്റെ അനുപാതമാണ് എന്താ? GDP ഡിഫ്ലേറ്റർ. ഉറപ്പായിട്ട് ഓർത്ത് വെച്ചേക്കുക. GDP അറ്റ് നാമമാത്ര GDP ഡിവൈഡഡ് ബൈ യഥാർത്ഥ GDP ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ GDP ക്യാപിറ്റൽ GDP, നാമമാത്ര GDP, സ്മോൾ ലെറ്റർ GDP, യഥാർത്ഥ GDP ആണ് കേട്ടോ. അത് ഇൻറ്റു 100 ആണ്. അതുപോലെ പണപ്പെരുപ്പത്തിൻ്റെ സമഗ്രമായുള്ള ഒരു അളവാണ് ഇതെന്ന് പറയുന്നത്. പണപ്പെരുപ്പത്തിൻ്റെ സമഗ്രമായ അളവാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം. ഇത്രയും കാര്യത്തിന് നെക്സ്റ്റ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പണവും ബാങ്കിങ്ങും, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയാണ്, വേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. എന്താണ് ഹൈ പവേർഡ് മണി? ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്കിൻ്റെ മൊത്തം ബാധ്യത, കേന്ദ്ര ബാങ്ക് ഏതാ? റിസർവ് ബാങ്കിൻ്റെ. അപ്പോൾ രാജ്യത്തെ റിസർവ് ബാങ്കിൻ്റെ ബാധ്യത, മൊത്തം ബാധ്യതയെ നമ്മൾ വിളിക്കും ഹൈ പവേർഡ് പണം. ഹൈ പവേർഡ് പണം അഥവാ ഹൈ പവേർഡ് മണി. ഉറപ്പായിട്ടും പഠിക്കുക. റിസർവ് ബാങ്കിൻ്റെ ബാധ്യത അല്ലെങ്കിൽ കടം. രാജ്യത്തിൻ്റെ പണപരമായ അടിത്തറയെ നമ്മൾ മോണിറ്ററി ബേസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കടമാണെന്ന് ഓർത്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ അത് അത്രയൊന്ന് ഓർക്കുക. അതുപോലെ പണത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണപ്രധാനത്തിൻ്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിൻ്റെ ശേഖരവും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ മണി മൾട്ടിപ്ലയർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണപ്രധാനത്തിൻ്റെ ശേഖരം അതും ഹൈ പവേർഡ് പണത്തിൻ്റെ ശേഖരവും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണി മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ എന്താണ് ഫിയറ്റ് മണി? എന്താണ് ഫിയറ്റ് മണി? ഇപ്പോൾ കറൻസി നോട്ട്, നാണയം എന്നിവയാണ് ഫിയറ്റ് മണി. കറൻസി നോട്ട്, നാണയം ഇവയുടെ മുഖവില ആന്തരിക മൂല്യത്തെക്കാളും കൂടുതലായിരിക്കും. ഇവ ലീഗൽ ടെൻഡറുകളാണ്. അപ്പോൾ ഫിയറ്റ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ക്യാഷ്, കറൻസി, നാണയം ഇവയുടെ മുഖവില ആന്തരിക മൂല്യത്തെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഫിയറ്റ് മണി പറഞ്ഞു, മണി മൾട്ടിപ്ലയർ പറഞ്ഞു, ഹൈ പവേർഡ് മണി പറഞ്ഞു. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട, കാര്യം മനസ്സിലാക്കി വയ്ക്കുക, എഴുതുക. ദെൻ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. ബാങ്കിൻ്റെ പ്രാഥമിക ധർമ്മങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഞാൻ അങ്ങ് വിടുകയാണ്. ദെൻ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 1 രൂപ നാണയവും 1 രൂപയും നാണയങ്ങളും ഒഴികെയെല്ലാം കറൻസി അച്ചടിച്ചിറക്കുക. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് അല്ലേ. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം. ഇതാണ് കരുതൽ ധനാനുപാതം, CRR എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കുകളുടെ അവസാന രക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിസർവ് ബാങ്കിനെയാണ്. വാണിജ്യ ബാങ്കുകളുടെ ഇടപാടുകൾ തീർക്കുന്ന ബാങ്ക് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനെയാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. വായ്പാ നിയന്ത്രണം നടപ്പിലാക്കുന്നത് ഇവരാണ്. റിപ്പോർട്ട് പ്രസാധകൻ, അതായത് സാമ്പത്തിക സ്ഥിതിവിവരങ്ങളും മറ്റും പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ ഇത്രയും റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണെന്ന് ഓർത്തു വെച്ചേക്കുക. വർഷവും ഇപ്രാവശ്യവും ചോദിക്കുന്നതാണ് വായ്പാ നിയന്ത്രണ മാർഗങ്ങൾ അഥവാ പണത്തിന്റെ നയങ്ങൾ എന്തൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ. അവിടെ ശ്രദ്ധിച്ച് കേൾക്കാൻ അറിയാൻ വയ്യാത്തവർ, ഒന്ന് ബാങ്ക് റേറ്റ് ആണ് കേട്ടോ. ബാങ്ക് റേറ്റ് ആണ്. അതായത് പണത്തിന്റെ പ്രധാനവും വായ്പ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ പണത്തിന്റെ നയം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പണനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മണി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പണം കൊടുക്കുന്നതും അല്ലെങ്കിൽ വായ്പ നിയന്ത്രിക്കുന്നതും കേന്ദ്ര ബാങ്കിന്റെ ജോലിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗമാണ് ഈ പണനയം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ബാങ്ക് റേറ്റ് ആണ്. എന്താ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുകയും ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്യുമ്പോഴും ഈടാക്കുന്ന നിരക്ക്. അതായത് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കിന് വായ്പ കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്നും എന്ത് ഈടാക്കും? അവരിൽ നിന്നും പലിശ ഈടാക്കും ആണല്ലോ. റീഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഈടാക്കുന്ന നിരക്കിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഇതാണ് ഓപ്പൺ മാർക്കറ്റ്. ഇപ്പം നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്.
ഇപ്പോൾ കേന്ദ്ര ബാങ്കുകൾ തുറന്ന വിപണിയിൽ സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ്? കേന്ദ്ര ബാങ്കുകൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റി, ഗവൺമെൻറ് സെക്യൂരിറ്റി ഒക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്കിൽ ആവശ്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് CRRഉം SLRഉം. ഇപ്പം നമ്മൾ പറഞ്ഞു CRR എന്താണ്? മൊത്ത നിക്ഷേപത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം. അതുപോലെ SLR എന്താ? ബാങ്കുകൾ മൊത്ത നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം ആസ്തികളിൽ, അതായത് സ്വർണ്ണമായിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ എന്ത് നിക്ഷേപിക്കണം? അതായത് എവിടെ നിക്ഷേപിക്കണം? ബാങ്കുകൾ മൊത്ത നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം ആസ്തികളിൽ നിക്ഷേപിക്കണം. അത് പണമായിട്ട് വേണമെന്നില്ല. എന്നാൽ CRR എന്ന് പറയുന്നത് കറക്റ്റ് പണമായിട്ട് തന്നെ വേണമെന്ന് ഓർത്തു വെച്ചേക്കുക. അതിന് കൂടുതൽ തന്നെ ഞാൻ ഇപ്പോഴത്തെ റേറ്റ് ഒന്ന് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ് കേട്ടോ. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇപ്പോൾ ഞാൻ എടുത്തില്ല, 3.35% ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4.40% ആണ് കേട്ടോ. റിപ്പോ റേറ്റ് 4.40% ആണ്. CRR എന്ന് പറയുന്നത് ഇപ്പം 4%. CRR 4%. ബാങ്ക് റേറ്റ് 4.65% ആണ് നിലവിൽ, 4.65%. അതുപോലെ SLR എന്ന് പറയുന്നത് ഇപ്പം 18%. SLR 18%, CRR എന്ന് പറയുന്നത് 4% ആണ്. റിപ്പോ റേറ്റ് 4.40% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്. ബാങ്ക് റേറ്റ് 4.65% ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തുകയാണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാഹ്യാഘാതങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്ന RBIയുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ബാഹ്യാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എന്തെങ്കിലും യുദ്ധമോ ഒക്കെ വരില്ലേ, അപ്പോൾ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി നിർത്തുക. അതിനെയാണ് നമ്മൾ RBIയുടെ പ്രവർത്തനങ്ങളെയാണ്, സുസ്ഥിരമാക്കുന്ന RBIയുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. വിദേശ നാണയത്തിന് അമിത പ്രധാനം ഉണ്ടാകുമ്പോൾ തുല്യമായ സെക്യൂരിറ്റികൾ വിൽക്കുന്നു. അങ്ങനെ തുറന്ന വിപണി പ്രവർത്തനത്തിലൂടെ പണപ്രധാനം സ്ഥിരമാക്കുന്നു. ഇത്രയും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.